മോർണിംഗ്. കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അതായത് എക്കോസിസ്റ്റം എന്നുള്ള മൊഡ്യൂളിൻ്റെ റിവിഷൻ നടത്തിയിരുന്നു സെക്കൻഡ് സീരീസ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ 3 ക്ലാസ്സിൻ്റെയും മൊത്തം ഒന്നും കൂടി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷൻ തന്നെയാണ് നടക്കുന്നത്. ഒന്നാമത് വാട്ട് ഈസ് മെൻ ബൈ എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം? A group of organisms interacting among themselves and with the environment is known as ecosystem. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിൽ വരുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇൻറ്ററാക്ടിങ് അമംഗ് ദംസെൽഫ്, അവ എന്ത് ചെയ്യണം, പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുകയും ആൻഡ് വിത്ത് ദ എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുമായി ഇൻറ്ററാക്ഷൻ ഉള്ളതുമായ ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. A group of organisms interacting among themselves and with the environment is known as ecosystem. Then next, explain biotic and abiotic components of an ecosystem. അപ്പോൾ ഇതൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6 മാർക്കിന് ചോദിക്കുമ്പോൾ എന്താണ് എക്കോസിസ്റ്റം ചോദിച്ചാൽ അത് എഴുതണം. പിന്നെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് ചോദിച്ചാൽ ഈ കംപ്ലീറ്റ് എഴുതണം, ഇനി പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും. അതിൽ ബയോട്ടിക് കമ്പോണൻസ്, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയാണ് എന്ത് പറയുന്നത്, ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ടിക് കമ്പോണൻസ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. അതിന് എക്സാമ്പിൾ എന്താണ്, പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസം, ഇതൊക്കെ എന്താണ്, ബയോട്ടിക് കമ്പോണൻസ് ആണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. ബയോട്ടിക് കമ്പോണൻസിനെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അപ്പോൾ പേര് തന്നെ കിട്ടും. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്, അതായത് ഭക്ഷണം സ്വയം നിർമ്മിക്കുന്നതാണ് പ്രൊഡ്യൂസർ. കൺസ്യൂം ചെയ്യാറുണ്ട് എന്താ, മറ്റുള്ളവയെ ഉപയോഗിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവയെ ഉപയോഗിക്കുന്നവരാണ് കൺസ്യൂമർ. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യാറുണ്ട് എന്താ, ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഒക്കെ ജീവനില്ലാതായി കഴിഞ്ഞാൽ, അതായത് അവയുടെ അവശിഷ്ടങ്ങളിൽ എന്ത് ചെയ്യാണ്, ഭക്ഷണം തേടുന്നവരാണ് എന്ത്, ഡീകമ്പോസേഴ്സ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അപ്പോൾ നമുക്ക് വ്യക്തമായി നോക്കാം. പ്രൊഡ്യൂസേഴ്സ് സിന്തസൈസ് ദെയർ ഫുഡ് ദംസെൽഫ്. ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ് എന്താണ്, അവയുടെ ഭക്ഷണം സ്വയം പാകം ചെയ്യുന്നു, അതാണ് എന്ത്, പ്ലാന്റ്സ്. പാകം ചെയ്യുന്ന പറഞ്ഞാൽ അവ ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെ സഹായം വേണ്ട. ദെൻ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെറ്ററോട്രോപ്സ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് എഴുതിയാലും മതി. കൺസ്യൂമേഴ്സ് ഇത് മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരാണെന്ത്, ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരാണെന്ത്, കൺസ്യൂമേഴ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൺസ്യൂമർ, ആദ്യം ബയോട്ടിക്കിനെ തിരിച്ചു, പിന്നെന്താണ് അതിൽ തന്നെ കൺസ്യൂമറിനെ ഇനി 3ആയി തിരിച്ചിട്ടുണ്ട്: പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെർഷ്യറി കൺസ്യൂമർ. അതിൽ പ്രൈമറി ആ ഓർഡറിൽ തന്നെ പഠിച്ചാൽ മതി. പ്രൈമറി കൺസ്യൂമർ, ദേ ആർ പ്ലാന്റ് ഈറ്റേഴ്സ്, സസ്യങ്ങളെ ഭക്ഷിക്കുന്നവരാണെന്ത്, പ്രൈമറി കൺസ്യൂമേഴ്സ്. എക്സാമ്പിൾ കൗ, ഗോട്ട്. അപ്പം ഇനി അടുത്തത് അവയെ ഭക്ഷിക്കുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദേ ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നതാണ് എന്ത്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഫ്രോഗ്, കാറ്റ്, സ്നേക്സ് ഒക്കെ എക്സാമ്പിളാണ്. ടെർഷ്യറി എന്തായിരിക്കും, സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നതാണ് എന്ത്, ദേ ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. എന്താണ്, ടൈഗർ, ലയൺ. അതായത് എന്താണ്, സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഈറ്റ് ചെയ്യുന്നവരാണ്, ഭക്ഷിക്കുന്നവരാണ് എന്ത്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്. എക്സാമ്പിൾ ടൈഗർ, ലയൺ. ദെൻ ഡീകമ്പോസേഴ്സ്, ദേ ഡീകമ്പോസ് ഡെഡ് ബോഡീസ് ഇൻ ടു സിമ്പിൾ കോമ്പൗണ്ട്സ്. വിഘാടകർ എന്നറിയപ്പെടുന്നതാണ് ഡീകമ്പോസേഴ്സ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും എന്താണ്, അനിമൽസിൻ്റെ ആണെങ്കിലും ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാണ്, ഡീകമ്പോസ് ചെയ്യുന്നവരാണ് എന്ത്, ഡീകമ്പോസേഴ്സ്. എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം, ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബയോട്ടിക് ഉണ്ട്, അബയോട്ടിക് ഉണ്ട്. ഇനി അബയോട്ടിക് ഏതാണെന്ന് നോക്കാം. മറ്റ് ജീവനുള്ളതാണെങ്കിൽ ഇതെന്താണ്, ജീവനില്ലാത്തവയാണ് അബയോട്ടിക് കമ്പോണൻസ്. അവ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ കമ്പോണൻസ്, രണ്ടാമത് കെമിക്കൽ കമ്പോണൻസ്. അതായത് ഒരു എക്കോസിസ്റ്റത്തിലെ ഫിസിക്കൽ കമ്പോണൻസ്, അതായത് അബയോട്ടിക് കമ്പോണൻസിലെ ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, സോയിൽ, സൺലൈറ്റ്, ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ കമ്പോണൻ്റ്. എന്താണ് കെമിക്കൽ കമ്പോണൻസ്? ഓർഗാനിക് സബ്സ്റ്റൻസും ഇനോർഗാനിക് സബ്സ്റ്റൻസും ആണെന്ത്, കെമിക്കൽ കമ്പോണൻസ്. ഓക്കെ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, അലുമിനിയം, കോപ്പർ, പൊട്ടാസ്യം, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്,
കെമിക്കൽ കമ്പോണൻസ്. അപ്പോൾ എക്കോസിസ്റ്റം അതിൻ്റെ അബയോട്ടിക് കമ്പോണൻസ് ചോദിച്ചാൽ ഇത്രയാണ് എഴുതാറുള്ളത്. ഓക്കെ. വാട്ട് യു മെൻ ബൈ ബയോം? എന്താണ് ബയോം എന്ന് പറഞ്ഞാൽ? ബയോം, അപ്പോൾ ബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എക്കോസിസ്റ്റം, ഒരു പ്രത്യേക ക്ലൈമറ്റിൽ അവിടെ എന്താണ് പ്ലാന്റ്സും അനിമൽസും ജീവിക്കുന്നു. ബയോം ഈസ് എ ലാർജ് എക്കോസിസ്റ്റം വേർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ലീവ് ഇൻ എ സെർട്ടൺ ടൈപ്സ് ഓഫ് ക്ലൈമറ്റ്. ബയോം ഈസ് എ, അപ്പോൾ അങ്ങനെ തന്നെ എഴുതണം, വേറെ എക്കോസിസ്റ്റം എഴുതിയ പോലെ. ബയോം ഈസ് എ ലാർജ് എക്കോസിസ്റ്റം വേർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ലീവ് ഇൻ എ സെർട്ടൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. ഒരു പ്രത്യേക ക്ലൈമറ്റിൽ ജീവിക്കുന്ന ഒരു ലാർജ് എക്കോസിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? ബയോം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റൈൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്. ഏതൊക്കെയാണ്? റൈൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ എക്കോളജി? എക്കോളജി എന്താ? ഞാൻ പറഞ്ഞിരുന്ന എക്കോസിസ്റ്റം എക്കോളജി മാറരുത്. എക്കോളജി പറഞ്ഞ സ്റ്റഡിയാണ്. എക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസം ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. ഓർഗാനിസവും അതിൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള ഇന്റർ റിലേഷനെ കുറിച്ച് പഠിക്കുന്ന സയൻസിൻ്റെ ഒരു ഭാഗമാണെന്ത്? എക്കോളജി പറയുന്നത്. ഓക്കെ. എക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസം ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, explain ecological succession. Explain ecological succession. The replacement of one community by another until a stable stage is reached is called ecological succession. എന്താണ്? അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു വിഭാഗം ജീവജാലങ്ങൾ ഉണ്ടാവൂലേ, അവയെ മാറ്റി ആ സ്ഥലത്ത് വേറൊന്ന് വന്ന് അവിടെ ജീവിച്ച് ഒരു സ്റ്റേബിൾ സ്റ്റേജ് എത്തുന്ന അവസ്ഥയ്ക്കാണെന്ന് പറയുക എക്കോളജിക്കൽ സക്സഷൻ. സക്സഷൻ ഇവിടെ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി, ആ പോയിന്റ് ഓർത്താൽ മതി. ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി ബൈ അനദർ അൺടിൽ എ സ്റ്റേജ് ഈസ് റീച്ച്ഡ്. സ്റ്റേബിൾ സ്റ്റേജ് ഈസ് റീച്ച്ഡ് ഈസ് കാൾഡ് എക്കോളജിക്കൽ സക്സഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്, 2 ടൈപ്സ് എക്കോളജിക്കൽ സക്സഷൻ. പ്രൈമറി സക്സഷൻ. It is a process of creating life in an area where no life existed earlier. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു കമ്മ്യൂണിറ്റി ഇല്ല, അവിടേക്ക് പുതുതായിട്ടൊന്ന് വരികയാണ്. അതാണ് എന്ത്? പ്രൈമറി സക്സഷൻ. പ്രൈമറി സക്സഷൻ ബിഗിൻസ് വിത്ത് പയനിയർ ഓർഗാനിസം. പയനിയർ എന്ന് പറഞ്ഞാൽ തുടക്കക്കാർ ആണ് പയനിയർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുമില്ലാത്ത സ്ഥലത്ത് ആദ്യം പൂപ്പൽ വരിക, പിന്നെ എന്താണ് ചെറിയ ചെടികൾ വരിക, പിന്നെ കുറ്റിച്ചെടികൾ വരിക, അങ്ങനെ പ്ലാന്റ്സ് വരിക, ട്രീസ് വരിക, അങ്ങനെ അതെന്തായി മാറും? ഒരു ലാർജ് എക്കോസിസ്റ്റമായി ഒരു സ്റ്റേബിൾ കണ്ടീഷനിലെത്തും. ദാറ്റ് ഈസ് പ്രൈമറി സക്സഷൻ. ഓക്കെ, പ്രൈമറി സക്സഷൻ. അപ്പോൾ സെക്കൻഡറി സക്സഷൻ എന്താ? അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി നശിച്ചു പോയിട്ട് അവിടെ പുതിയതായി ഒന്ന് ഉണ്ടായി വരിക, അതാണെന്ത്? സെക്കൻഡറി succession. When a community is disrupted and succession occurs again, it is called secondary succession. അതായത് കമ്മ്യൂണിറ്റി നശിക്കുക, ഡിസ്ട്രപ്റ്റഡ് ആൻഡ് സക്സഷൻ ഒക്കേഴ്സ് അഗൈൻ, വീണ്ടും സക്സഷൻ, ഇറ്റ് ഈസ് കാൾഡ് സെക്കൻഡറി സക്സഷൻ. ഡിസ്ട്രപ്ഷൻ മേ ബി ഫയർ, വിൻഡ്, എർത്ത് കേക്ക്. അപ്പോൾ കാട്ടുതീയൊക്കെ ഉണ്ടായി അവിടെ പറ്റ നശിച്ച് വീണ്ടും അവിടെ എന്ത് ചെയ്യും? പുതിയൊരു കമ്മ്യൂണിറ്റി ഉടലെടുക്കുന്നതിനാണ് എന്ത് പറയുക? സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ഫുഡ് ചെയിൻ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഒന്നും കൂടി പറയുകയാണ് എക്സാമിന് വേണ്ടിയിട്ട്. ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. അതായത് ഒരു ലിവിങ് തിങ്ങിൽ നിന്ന് മറ്റൊരു ലിവിങ് തിങ്ങിലേക്ക് എനർജി പാസ് ചെയ്യുന്ന പാത്തിനെയാണ് എന്ത് പറയുക? ഫുഡ് ചെയിൻ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലെ എനർജി നമ്മളിലേക്ക് എത്തുന്നു, ഒരു ഫുഡ് ചെയിനാണ്. ഓക്കെ. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, ഗ്രാസ് നിന്ന് ഗ്രാസ് ഹോപ്പറിന് ആര് ഭക്ഷിക്കുന്നു? ഫ്രോഗ് ഭക്ഷിക്കുന്നു. ഫ്രോഗിന് സ്നേക്ക് ഭക്ഷിക്കുന്നു. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാത്ത്, എന്ത്? എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഫുഡ് വെബ്. ഇപ്പോൾ ഫുഡ് ചെയിൻ എന്നാ പഠിച്ചില്ലേ? ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ അങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലേ?
ഇനിയിപ്പോൾ ഈ ഗ്രാസ് ഓപ്പർ തന്നെ കഴിക്കണമെന്നില്ല. അപ്പോൾ പലരും കഴിക്കും. പിന്നെ എന്താ ചെയ്യുക, പിന്നെ സ്നേക്കിലേക്ക് തന്നെ എത്താം, പാമ്പിലേക്ക് തന്നെ എത്താം. അതായത് ഒന്നിൽ കൂടുതൽ ഫുഡ് ചെയിനുകൾ കൂടിച്ചേരുന്നതാണ് എന്ത് ഫുഡ് വെബ് എന്ന് പറയുന്നത്. എ ഫുഡ് വെബ് ഈസ് ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഓഫ് ഫുഡ് ചെയിൻസ്. ഫുഡ് ചെയിനുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് എന്ത് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആ പിക്ചർ നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. പല രീതിയിൽ ഇപ്പോൾ ലയണിലോട്ട് പല രീതിയിൽ എന്തെത്തുന്നു ഫുഡ് ചെയിൻ എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയുന്നു, ഫുഡ് വെബ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ ലയൺ എന്നൊക്കെ എഴുതിയിട്ട് വരച്ചാലും മതി. റാബിറ്റ്, പിന്നെ ക്യാറ്റ്, ലയൺ, അല്ലെങ്കിൽ റാബിറ്റ്, ഫോക്സ്, ലയൺ. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. ദെൻ എക്സ്പ്ലെയിൻ എക്കോളജിക്കൽ പിരമിഡ്സ്. Ecological pyramids are graphical representation of the trophic structure of ecosystem. എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്ത് പറയുന്നത് എക്കോസിസ്റ്റം അല്ല എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. എക്കോളജിക്കൽ പിരമിഡ്സ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രോപ്പിക് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. അതായത് ആഹാര ശൃംഖല അല്ലേ, ട്രോപ്പിക് സ്ട്രക്ചർ ആഹാര ശൃംഖലയുടെ എന്താണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്ത് പറയുക എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. അതിന് 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് പേരിൽ തന്നെ കിട്ടും, നമ്പേഴ്സ് ആണ്. ബയോമാസ് എന്ന് പറഞ്ഞാൽ അവ എത്രത്തോളം ഭൂമിയിൽ ആ എക്കോസിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്നു അതിൻ്റെ മാസാണ് ബയോമാസ്. പിരമിഡ് ഓഫ് എനർജി, ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന എനർജി എത്ര. അപ്പോൾ ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വേരിയസ് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലും ഉള്ള ജീവികളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ അതെന്താണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ നോക്കിക്കോളൂ, പിരമിഡ് ഓഫ് നമ്പേഴ്സ്. പ്ലാന്റ്സ് കുറേ ഉണ്ടാവും, ഡീർമാനുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിലും കുറവായിരിക്കും എന്ത് സിംഹങ്ങളുടെ എണ്ണം, അതായത് ലയൺ. അപ്പോൾ എന്തായി, അതാണ് ആദ്യത്തെ പിക്ചർ. അപ്രൈറ്റ് പിരമിഡാണ്, മുകളിലോട്ടാണ് പിരമിഡ് കേട്ടോ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിരമിഡ് വരയ്ക്കണം. എസ് എ ടൈപ്പ് ആണെങ്കിൽ നിർബന്ധമായും പിരമിഡ് വരച്ചിരിക്കണം. അപ്രൈറ്റ് ഉണ്ട്, ഇതിൻ്റെ നേരെ താഴെ നോക്കി ഇൻവേർട്ടഡ്, ഇത് നേരെ തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഈ ചിത്രമല്ല, സിംഹത്തിൻ്റെ ചിത്രം വെച്ചിട്ടല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ അടിയിൽ കണ്ടില്ലേ ഒരു ട്രീ ആണ്, ആ ട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോർസ് അതിലുണ്ട്, പിന്നെ അവയുടെ ശരീരത്തിലുള്ള പാരസൈറ്റ്സ് ഉണ്ട്, പിന്നെ അവരുടെ ഹൈപ്പർ പാരസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു വരും. ആദ്യം എണ്ണം കുറവും പിന്നെ എണ്ണം കൂടി വരും. ഓക്കെ, ഇനി അതിൻ്റെ സ്പിൻഡിൽ ഷേപ്പ്ഡ് ഉണ്ട്. സ്പിൻഡിൽ ഷേപ്പ്ഡ് വരയ്ക്കാൻ പറ്റില്ലെങ്കിലും അപ്രൈറ്റും ഇൻവെർട്ടഡും എന്തായാലും വരയ്ക്കണം. സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണെങ്കിൽ എന്താണ് അടിയിലും മുകളിലും കുറവാണ്, സെൻറ്റർ ഭാഗത്ത് എന്താണ് കൂടുതലാണ്. അപ്പോൾ ആ ഷേപ്പ് ഇങ്ങനെ വരാം. ഓക്കെ, ട്രീസിന് അടുത്ത ലെവലിൽ പക്ഷികൾ, പിന്നെന്താണ് അവയെ ഭക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ എന്താ വരിക, സ്പിൻഡിൽ ഷേപ്പ്ഡാണ് വരിക. ഓക്കെ, then next one, pyramid of biomass. അപ്പോൾ mass, it is the graphical representation of biomass present per unit area of different trophic level. അപ്പോൾ മാസ് പറഞ്ഞപ്പോൾ പ്ലാന്റ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും, അപ്പോൾ അവയുടെ മാസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ യൂണിറ്റ് ഏരിയയിൽ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബയോമാസ് എന്താണ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് 2 രീതിയിൽ വരും, അപ്രൈറ്റും ഇൻവേർട്ടഡും. ഓക്കെ, അപ്പോൾ അപ്രൈറ്റ് നോക്കിക്കോളൂ, പ്ലാന്റ്സ്, പിന്നെ അവയെ ഭക്ഷിക്കുന്നവർ, പിന്നെ അവരെ ഭക്ഷിക്കുന്നവരുടെ എണ്ണം കുറവ്, പിന്നെ കുറവ്. അപ്പോൾ എങ്ങനെ അപ്രൈറ്റ് ആയിട്ടാണ് പിരമിഡ് വരിക. ഇൻവേർട്ടഡിൽ നേരെ തിരിച്ചാണ്. അത് നമുക്ക് ചെറിയ ജീവികളുടെ എണ്ണം കൂടുതലാണ് അല്ലേ, അവയെ ഭക്ഷിക്കുന്ന മീനുകൾ, പിന്നെ അതിൻ്റെ മുകളിൽ അപ്പോൾ എണ്ണം കുറഞ്ഞു. അപ്പോൾ എന്ത് വരും, ഇൻവേർട്ടഡ്, അപ്രൈറ്റ് ആൻഡ് ഇൻവേർട്ടഡ്. ദെൻ പിരമിഡ് ഓഫ് എനർജി, ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഈച്ച് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള എനർജി ഫ്ലോ വെച്ചിട്ട് വരയ്ക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്ത് പിരമിഡ് ഓഫ് എനർജി. അപ്പോൾ അത് നോക്കിക്കോളൂ, അത് എപ്പോഴും അപ്രൈറ്റ് ഉണ്ടാവുള്ളൂ, അത് തിരിച്ച് ഇൻവേർട്ടഡ് ആയിട്ട് വരയ്ക്കരുത്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് ഇൻ അപ്രൈറ്റ്. ദെൻ അപ്പോൾ പിരമിഡ് ഓഫ് എനർജി ആദ്യം പ്രൊഡ്യൂസേഴ്സിൽ കിലോ കലോറിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക.
കൂടുതൽ എനർജി ഉണ്ടാവും. അത്രയും അവയെ ഭക്ഷിക്കുമ്പോൾ അത്രയും എനർജി മറ്റുള്ളവർക്ക് കിട്ടില്ല, കുറേ വേസ്റ്റ് വരും. അപ്പോൾ എനർജി കുറയുന്നു, അങ്ങനെ എനർജി കുറഞ്ഞു. അപ്പോൾ എന്തായാലും പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? അപ്രൈറ്റ് മോഡലേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അപ്പോൾ ഏതൊരു എക്കോസിസ്റ്റം ചോദിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബയോട്ടിക് കമ്പോണൻസും അബയോട്ടിക് കമ്പോണൻസും ഉണ്ടാവും, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ എസ് എ ടൈപ്പിലാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഡെസേർട്ട് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റം ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും അതിലുണ്ടാവണം. ഓക്കെ. ദെൻ forest ecosystem. In the forest ecosystem, tall and dense trees grow that support many animals and birds. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ എന്താണ്? ഡെൻസ് ഫോറസ്റ്റ് അല്ലേ? ഡെൻസ് ഫോറസ്റ്റ് ആയിരിക്കും. അവിടെ വളരെ എന്ത് ചെയ്യും? അനിമൽസും ബേർഡ്സും ഉണ്ടായിരിക്കും. അതാണ് എന്ത്? ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ടൈപ്സ്: ട്രോപ്പിക്കൽ റൈൻ ഫോറസ്റ്റ്, ദേ ഫൗണ്ട് ഇക്വേറ്ററിൽ കാണപ്പെടുന്ന, ഭൂമധ്യരേഖയിൽ കാണുന്നതാണ് ട്രോപ്പിക്കൽ. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ചൂട് കൂടുതലായിരിക്കും. പിന്നെ ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ്, ദേ ഫൗണ്ട് ലിറ്റിൽ അവേ ഫ്രം ഇക്വേറ്റർ. അവിടെ ചൂട് തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ്? മൺസൂണിലൊക്കെ എന്ത് കിട്ടും? മഴ കിട്ടും. അത് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ്. ദെൻ ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്, ക്യാരക്ടർ ഡ്രൈ ക്ലൈമറ്റ് ഫോർ ലോങ് ടൈം, കുറേ കാലത്തേക്ക് ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും ഇതിൽ, ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റിൽ. ദെൻ ടെമ്പറേറ്റ് റൈൻ ഫോറസ്റ്റ്, ദേ ആർ ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് ഏരിയാസ് വിത്ത് അഡിക്വേറ്റ്, ആവശ്യത്തിന് മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്ത്? ടെമ്പറേറ്റ് റൈൻ ഫോറസ്റ്റ്. Then temperate deciduous forests, they are found in area of moderate temperature. Moderate temperature കാണപ്പെടുന്നതാണ് എന്ത്? ടെമ്പറേറ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിൻ്റെ പേരെങ്കിലും എഴുതണം. ഓക്കെ. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇനി ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ. ഇറ്റ് മേക്ക് ദ ജനറേഷൻ ഓഫ് മെനി പോൺസ് ആൻഡ് സ്ട്രീംസ്. ഇറ്റ് മേക്ക് ദ ജനറേഷൻ ഓഫ് മെനി പോൺസ്. അരുവികളും കുളങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതായത് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. ഇറ്റ് മെയിൻറ്റെയിൻ ദ ക്ലൈമറ്റ് ആൻഡ് റെയിൻഫോൾ, കാലാവസ്ഥയും മഴയുടെ ലഭ്യതയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഫോറസ്റ്റാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് മെനി വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, വൈൽഡ് ലൈഫിനെയും ബയോഡൈവേഴ്സിറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇറ്റ് സോയിൽ ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ന്യൂട്രിയൻസ്, ന്യൂട്രിയൻസും ഓർഗാനിക് മാറ്ററൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും എന്ത്? ഫോറസ്റ്റിലുള്ള മണ്ണ് എന്ന് പറയുന്നത്. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബയോട്ടിക് കമ്പോണൻസും അബയോട്ടിക് കമ്പോണൻസും. അപ്പോൾ ഫോറസ്റ്റ് സിസ്റ്റത്തിൽ അവിടെ കാട്ടിലുള്ളവയെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ബയോട്ടിക് കമ്പോണൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ്, ഇവിടെ എന്താ? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ എന്താ പ്രൊഡ്യൂസേഴ്സ്? ട്രീസും സ്hrubസും, കുറ്റിച്ചെടികളും. കൺസ്യൂമർ, നേരത്തെ പറഞ്ഞു പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണ്? കാട്ടിൽ ആൻറ്റ്സ്, ഫ്ലൈസ്, ഇൻസെക്ട്സ്, സ്ക്യൂറൽ, ഡീർ. ഓക്കെ. കാട്ടിലുള്ള കൺസ്യൂമേഴ്സിന് എഴുതാം. അതായത് സസ്യങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന കാട്ടിലുള്ള എല്ലാ ജീവികളെയും നമുക്ക് അവിടെ എഴുതാം. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്താ? സ്നേക്ക്, ബേർഡ്സ്, ഫോക്സ്. ടെർഷറി കൺസ്യൂമർ അവിടെ എന്താണ്? ലയൺ, ടൈഗർ. ഡീകമ്പോസേഴ്സ് പിന്നെ എല്ലായിടത്തും തന്നെയാണ് ബാക്ടീരിയ, ഫംഗി. ഓക്കെ. ദെൻ അബയോട്ടിക് കമ്പോണൻസ്, അത് നേരത്തെ പറഞ്ഞാൽ തന്നെ അബയോട്ടിക് കമ്പോണൻസ് ഏതാ? ഓർഗാനിക്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആൻഡ് മിനറൽസ്. ഓർഗാനിക്കും ഇൻഓർഗാനിക് സബ്സ്റ്റൻസസും. ഓക്കെ. അതെന്താണ്? അബയോട്ടിക് കമ്പോണൻസ്. ദെൻ അടുത്തൊരു എക്കോസിസ്റ്റമാണ് എക്സ്പ്ലെയിൻ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഇപ്പോൾ 3 ടൈപ്പാണ്: ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പോളാർ ഗ്രാസ് ലാൻഡ്. ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, പോളാർ ഗ്രാസ് ലാൻഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? ഇറ്റ് ഈസ് എ പ്ലെയിൻ ലാൻഡ് ഓക്യുപ്പൈഡ് ബൈ ഗ്രാസസ്. അറിയാം, പ്ലെയിൻ ലാൻഡ് ഫുൾ എന്തായിരിക്കും? ഗ്രാസ് ആയിരിക്കും അല്ലേ? സോയിൽ ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. അതിൻ്റെ സോയിൽ എങ്ങനെയാണ്? ന്യൂട്രിയൻസ്, ഓർഗാനിക് മാറ്റർ അടങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഗ്രാസിങ്, ഗ്രാസിങ്ങിന് ഐഡിയലാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ഓർ അൺഈവൻ റെയിൻഫോൾ. മഴ ലഭ്യത എന്തായിരിക്കും? കുറവായിരിക്കും. വനങ്ങളിലെ പോലെ എന്തുണ്ടാവില്ല ഇവിടെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവില്ല. പിന്നെ അൺഈവൻ, കൃത്യമായൊരു മഴ ആയിരിക്കില്ല. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ബയോട്ടിക് കമ്പോണൻസും അബയോട്ടിക് കമ്പോണൻസും.
ബയോട്ടിക് ഏതാ? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, പിന്നെന്താ ഡീകമ്പോസേഴ്സ് അല്ലേ? പ്രൊഡ്യൂസർ ഇവിടെ എന്തായിരിക്കും? ഗ്രാസ്, സ്hrubs. അവിടെ പോയിട്ട് ട്രീസ് എഴുതരുത്. ഇതെന്താണ്? ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ്. കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമേഴ്സിൽ എന്താണ്? കൗസ്, ബഫലോസ്, ഡീർ അല്ലേ? ഇവിടെ കൗവൊക്കെ വരും, ഫോറസ്റ്റിലെ വരില്ല. സെക്കൻഡറി കൺസ്യൂമേഴ്സ് സ്നേക്ക്, ബേർഡ്സ്, ഫോക്സ്. ടെർഷറി കൺസ്യൂമേഴ്സ് ഹോക്സ്, ഈഗിൾസ്, പരുന്തൊക്കെ. ദെൻ ഡീകമ്പോസേഴ്സ് ബാക്ടീരിയ ആൻഡ് ഫംഗി. ദെൻ അബയോട്ടിക് കമ്പോണൻസ് the same തന്നെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ. ദെൻ എക്സ്പ്ലെയിൻ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക്, അതായത് വിഷാംശം. ഇപ്പോൾ സസ്യങ്ങളിപ്പം നമ്മൾ മരുന്നൊക്കെ അല്ലെങ്കിൽ മരുന്നടിക്കൊക്കെ ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളിലോട്ട് അത് പ്രവേശിക്കുന്നു. സസ്യങ്ങളിൽ അതിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ സസ്യങ്ങളെ പല ജീവികളും ഭക്ഷിക്കും. അപ്പോൾ പല ജീവികളും പല അളവിലും പല ദിവസങ്ങളിലും ഭക്ഷിക്കും അല്ലേ? അപ്പോൾ അവയുടെ ശരീരത്തിൽ ഇതിങ്ങനെ അടിഞ്ഞുകൂടും. ഇനി അവയെ ഭക്ഷിക്കുന്നവർക്കോ എന്ത് ചെയ്യും? അവരുടെ ടോക്സിക് ലെവൽ എന്ത് ചെയ്യും? കാലക്രമേണ കൂടി വരും. അതാണ് എന്ത്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ ഈച്ച് ലെവൽ ഓഫ് ദ ഫുഡ് ചെയിൻ ഈസ് കാൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓരോ ലെവലിലെത്തുമ്പോഴേക്കും എന്താണ്? ടോക്സിക് സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അതെങ്ങനെ നടക്കുന്നു എന്നാണ്. ഇൻ ദിസ് വെൻ പ്രൊഡ്യൂസേഴ്സ് ടേക്ക് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് അലോങ് വിത്ത് ദാറ്റ് ദേ ആൾസോ ടേക്ക് സം ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദെയർ ബോഡി. പ്രൊഡ്യൂസേഴ്സ് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് മണ്ണെന്നൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരുടെ ശരീരത്തിലേക്ക് ഈ ടോക്സിക് കയറും. വെൻ കൺസ്യൂമേഴ്സ് ഈറ്റ് പ്ലാന്റ്സ് ദീസ് ടോക്സിക് സബ്സ്റ്റൻസ് വിൽ എൻ്റർ ഇൻ ടു ദെയർ ബോഡി. പ്ലാന്റ്സ് അവയെ ഈറ്റ് ചെയ്യും, കൺസ്യൂമേഴ്സ് പ്ലാന്റ്സ് ഈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ശരീരത്തേക്ക് ഈ ടോക്സിക് സബ്സ്റ്റൻസ് കടക്കും. അങ്ങനെ അവയുടെ കോൺസെൻട്രേഷൻ കൂടി വരും. വെൻ ദീസ് കൺസ്യൂമേഴ്സ് ആർ ഈറ്റൺ അപ്പ് ദിസ് വിൽ മൂവ് ടു നെക്സ്റ്റ് ട്രോപ്പ്. അവയെ ഭക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അടുത്ത ട്രോപ്പിക് ലെവലിൽ, അടുത്ത ആഹാര ശൃംഖലയ്ക്ക് എന്ത് ചെയ്യും? കയറും. ആൻഡ് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ലാർജർ എമൗണ്ട്. അവയുടെ ശരീരത്തിൽ എന്തായി? അളവ് കൂടി വരുന്നു. ദാറ്റ് ഈസ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നല്ല മനസ്സിലാക്കിയിട്ട് എഴുതുക. എസ്സേ ടൈപ്പിന് പോയിൻറ്റ്സുകൾ കൂടുതൽ എഴുതണം. പിന്നെ 2 മാർക്കിനാണെങ്കിൽ അത്ര എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കൃത്യമായി ആൻസർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.